ഇതുപോലെ കടക്ക് പടക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടു പൊട്ടിക്കുന്ന പോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ക് ബൾജ് മാറുമോ അല്ലെങ്കിൽ സ്ലിപ്പായ ഡിസ്ക് പഴയ പോലെ ആവുമോ എന്ന് ചോദിച്ചാൽ ആവുമോ. ഇതുപോലുള്ള റീൽസിനെ പറ്റി ഒരു ഡോക്ടർ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്തു. അതായത് നമ്മളെ നട്ടലിനടുത്തുള്ള ജോയിൻറ്റ്, ഇതിനെ ഫെസൈറ്റ് ജോയിൻറ്റ്സ് എന്ന് പറയും. ഈ ജോയിൻറ്റ് ഒരു സൈനോവൽ ജോയിൻ്റ് ആണ്. സൈനോവൽ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾ തമ്മിൽ ഒരു ഔട്ടർ കവർ ഉണ്ടാവും. ആ ഔട്ടർ കവറിനകത്ത് സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ആ സൈനോവൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ള ജോയിൻസിനെയാണ് സൈനോവൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ സൈനോവൽ ഫ്ലൂയിഡിനകത്ത് നിറയെ ഗ്യാസുകളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊരു പ്രത്യേക ടെക്നിക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞിട്ട് അടക്കുന്ന സമയത്ത് നമുക്ക് ഒരു സൗണ്ട് ഉണ്ടാവും. ഈ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിനെ കാവിറ്റേഷൻ എന്ന് പറയും. ഈ കാവിറ്റേഷൻ കൊണ്ടാണ് നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നത്. ഇതുകൊണ്ട് നമ്മളെ വേദന കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന കുറയും. പക്ഷേ ഡിസ്ക് ബൾജ് മാറുമോ അല്ലെങ്കിൽ സ്ലിപ്പായ ഡിസ്ക് പഴയ പോലെ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല. ഇതിനകത്തൊരു മെക്കാനിക്കൽ റിസപ്റ്റർ ഉണ്ട്. ഈ ഫെസൈറ്റ് ജോയിൻ്റ് അടുത്ത് ഒരു മെക്കാനിക്കൽ റിസപ്റ്റർ ഉണ്ട്. ആ മെക്കാനിക്കൽ റിസപ്റ്റർ ഇത്തരത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ട്രിഗർ ചെയ്തിട്ട് നമ്മളെ മസിൽസിനകത്ത് എഫക്റ്റ് ചെയ്ത് വേദന ടെമ്പററി ആയിട്ട് കുറക്കും. പക്ഷേ പെർമനൻ്റ് ആയിട്ട് വേദന കുറക്കും അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് മാറ്റം വെച്ചാൽ ഇല്ല. പേഷ്യൻ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുക, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, യോഗാസനം ചെയ്യുക, അതുകൂടാതെ മരുന്നെടുക്കുക, അല്ലെങ്കിൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ് ഇല്ലാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതൊക്കെയാണ് നോൺ സർജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് നിങ്ങൾ താഴെ കുറിക്കുക. നടുവേദന കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഈ പോസ്റ്റ് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റ് ചെയ്തേക്കുക.